ഈ ഡിസൈനുള്ള കപ്പ് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡിസൈൻ നമുക്ക് എവിടെ നിന്നും കിട്ടിയില്ല, പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി. അതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് പ്രശ്നം. സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 to 3 months എടുക്കും ഈ സംഭവം ഇവിടെ എത്താനായിട്ട്. അത് മാത്രമല്ല, ഈ മാർക്കറ്റ് പ്ലേസസിലൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടൊരു റാങ്കിങ്ങിൽ എത്തി നിൽക്കുകയായിരിക്കും, അത് ഫുൾ പോകും. വീണ്ടും ഈ മിസ്റ്റേക്ക് റിപ്പീറ്റ് ആവരുതെന്നുണ്ടായിരുന്നു. നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരു മാനുഫാക്ചറിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നായിരുന്നു നെക്സ്റ്റ് എയിം. അതായിരുന്നു. നമ്മൾ കുറേ തപ്പി, ഒരുപാട് ട്രാവൽ ചെയ്തു, എങ്ങും കിട്ടിയില്ല. കാരണം ഈ സെയിം ഷേപ്പിൽ നമുക്ക് കിട്ടണം. നമുക്ക് ഭയങ്കര അഡമൻ്റ് ആയിരുന്നു, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. കാരണം ഈ ഷേപ്പ് സെയിം ആയിരിക്കണം, നമ്മുടെ മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ ആയിരിക്കണം, നമ്മൾ പറയുന്ന ഷോർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫേം അല്ലെങ്കിൽ എത്ര സോഫ്റ്റ് ആയിരിക്കണം കപ്പ് എന്നുള്ളതാണ്. കറക്റ്റ് ഷോർ വാല്യൂവിൽ നമുക്ക് ഈ കപ്പിനെ കിട്ടണം. ആസ് ഡോക്ടേഴ്സ് നമ്മൾ അതിൽ അഡമൻ്റ് ആയിരുന്നു. കാരണം ഒരുപാട് ഹാർഡ് ആവാൻ പാടില്ല, ബിക്കോസ് അതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടല്ലോ. ഡിസൈൻ നമുക്ക് എവിടെ നിന്നും കിട്ടിയില്ല, കുഴപ്പമില്ല, കുറച്ച് കാശ് പോയാലും കുഴപ്പമില്ല, നമുക്കൊരു മോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ തീരുമാനം. അങ്ങനെ നമ്മളൊരു മോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തു, കറക്റ്റ് ഒരു മാനുഫാക്ചറിനെ കിട്ടി, നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ മോൾഡ് ഉണ്ടാക്കി കൊടുത്തു, പിന്നെ പുള്ളിക്ക് അത് മോൾഡിനനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി തന്നാൽ മതി. മോൾഡ് ഉണ്ടാക്കാനും മാനുഫാക്ചറിന്റെ ഹെൽപ്പ് നമ്മൾ എടുത്തു. നമ്മൾ മോൾഡ് ഡെവലപ്പ് ചെയ്തു. ഈ ഡിസൈനുള്ള കപ്പ് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മോൾഡ് നമ്മുടെ അടുത്തേ ഉള്ളൂ, കപ്പ് നമ്മുടെ അടുത്തേ ഉള്ളൂ, ഈ മാനുഫാക്ചറും നമ്മുടെ അടുത്തേ ഉള്ളൂ.